ഗുഡ് ഈവനിങ് ഗൈസ്. സോ ഇന്നത്തെ നമ്മുടെ ഫോറക്സ് മാർക്കറ്റിന്റെ മേജർ ന്യൂസസ് കാര്യങ്ങൾ അതുപോലെ അനാലിസിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ നമ്മളുടെ DXY ഇന്ന് ഒരു നല്ല രീതിയിലുള്ള ഒരു ഫാൾ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഓവറോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രീവിയസ് ഡേ ഉണ്ടായിരുന്ന കൺസോൾട്ടേഷനെ ഫോളോ ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു. ചെറിയ രീതിയിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണ് ചെയ്തത്. സോ ഇതിൻ്റെതായ മാറ്റങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് USD നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ഇന്നൊരു ഓൾമോസ്റ്റ് ഒരു ഉച്ചയ്ക്കായപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിലെ കൺസോൾട്ടേഷൻ കാരണം പലർക്കും ആ ഒരു ട്രേഡ് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വിക്സും നല്ല രീതിയിൽ ഇന്നുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഈവനിങ് ടൈം ഒക്കെ ആയപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ്നെസ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ മേജർ റീസൺ ഈ പറയുന്ന നമ്മളുടെ DXY ഉണ്ടായിരുന്ന ഒരു ഹ്യൂജ് ഫാൾ ആണ്. ദെൻ അഗെയിൻ നമ്മുടെ EUR/GBP നോക്കുകയാണെങ്കിൽ അത് കൺസോൾട്ടേഷനിൽ തന്നെയാണ് സ്റ്റിൽ. അപ്പൊ ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ആവാതെ നമുക്ക് ഇതിലൊരു പ്രോപ്പർ എൻട്രി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി നമ്മുടെ GBP/USD നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ലെവൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ സോൺ ആണ്. സോ ഈ ഒരു സപ്ലൈ സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ കറന്റ് നിൽക്കുന്നത് ഈ രീതിയിൽ. പക്ഷെ ആ ഒരു സപ്ലൈ സോണിൽ നിന്ന് മാർക്കറ്റ് ഓവറായിട്ട് വിട്ട് ദൂരേക്കൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 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 ഹ്യൂജ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ നമുക്കൊരു ചാൻസ്, ഒരു എൻട്രിക്കുള്ള ചാൻസ് ഉള്ളത് ഈ കാണുന്ന ലെവലിന് ഒരു ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ മേ ബി നമുക്കൊരു എൻട്രി നോക്കാം. ഇവിടെ ഓൾറെഡി ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. പക്ഷേ ഫേക്ക് ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റ് വീണ്ടും ബുള്ളിഷിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ മാർക്കറ്റിന്റെ DXY വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നമ്മളുടെ GBP/USD ഒരു ബുള്ളിഷിലേക്ക് തന്നെ പോകുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ USD/JPY ഇന്ന് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഈ ഒരു ലെവലിലായിരുന്നു നമുക്ക് ആ ഒരു എൻട്രി കിട്ടിയത്. വളരെ വളരെ നല്ലൊരു എൻട്രി ആയിരുന്നു. ദെൻ നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു കാലങ്ങളായിട്ട്, അതായത് ഓൾമോസ്റ്റ് ഒക്ടോബർ മാസത്തിന് മുമ്പ്, അതായത് അതുപോലെ തന്നെ നമ്മുടെ USD/JPY നോക്കുകയാണെങ്കിൽ JPY ആ ഒരു മേജർ ആയിട്ടുണ്ടായിരുന്ന ഒരു സപ്ലൈ, അതായത് റീസെന്റ് ആയിട്ട് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന മേജർ സപ്ലൈയിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് തന്നെ മാർക്കറ്റ് നന്നായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് വന്നിട്ട് മാർക്കറ്റ് ഫാൾ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഫാളിങ്ങിന് ശേഷം ഉണ്ടായിരുന്ന റീട്രേസ്മെന്റിൽ നമുക്ക് ഇവിടേക്ക് ഒരു എൻട്രി പ്ലേസ് ചെയ്യാമായിരുന്നു. ദെൻ എഗെയിൻ നമ്മുടെ AUD/USD നോക്കിക്കഴിഞ്ഞാൽ AUD/USDയിലും ഇപ്പൊ കറന്റ് ഒരു സപ്ലൈ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ ഈ സപ്ലൈ സോണിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് ഈ ലെവലിലേക്കൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് ട്രെൻഡ് അല്ലെങ്കിൽ ബുള്ളിഷ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ ഗോൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ ഒരു സ്ട്രോങ് സപ്ലൈ സോണിലാണ് വന്ന് നിൽക്കുന്നത്. അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ സോണാണ്. സോ ഇതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് ഓൾറെഡി ഒരു ഡൗൺ ട്രെൻഡിലാണ് നിൽക്കുന്നത്. പക്ഷേ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സ്ട്രോങ് ഡിമാൻഡിൽ വന്ന് നിൽക്കുന്നുണ്ട് മാർക്കറ്റ്. സോ ഒരു ഡിമാൻഡിൽ നിന്ന് തന്നെ മാർക്കറ്റ് ഇവിടെ കയറി പോയിട്ടുണ്ട്. ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് നടത്തിയത് നമുക്ക് കാണാൻ പറ്റും. ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നിട്ടാണ് മാർക്കറ്റ് കയറി പോയിട്ടുള്ളത്. സോ ഒരു സ്ട്രോങ് മൂവ്മെന്റ് ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും റിവേഴ്സൽ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നമുക്ക് ആ 50-minute ടൈം ഫ്രെയിമിൽ വളരെ വീക്കാണ്. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോളിഡേറ്റഡ് ആണ്. പക്ഷേ സ്റ്റിൽ ഇതിൽ നമുക്കൊരു ചാൻസ് ഉള്ളത്, മാർക്കറ്റ് ഈ ഒരു ലെവലിനെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി നമുക്ക് ഇതിന്റെ ബെയറിഷിലേക്ക് നമുക്കൊരു ട്രേഡ് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേ ബി മാർക്കറ്റ് താഴോട്ടേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഈ ഒരു ഗോൾഡിന്റെ ഒരു മൂവ്മെന്റിനെ ഇപ്പൊ കറന്റ് മാർക്കറ്റിൽ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ DXY ആയതുകൊണ്ട് തന്നെ DXYന്റെ മൂവ്മെന്റും നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. സോ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ മേജർ ആയിട്ടുള്ള ഫോറക്സിന്റെ അനാലിസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നാളത്തെ എക്കണോമിക് കലണ്ടർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മേജർ ന്യൂസസ് ഒന്നും നമ്മുടെ ആ ഒരു ട്രേഡിംഗ് അവേഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ദെൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് USDന്റെ ഒരു ന്യൂസ് ആണ്. അതായത് FOMC മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഇത് മാത്രമാണ് നമുക്കൊരു ഒരു ഹൈ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്ന ഒരു ന്യൂസ്. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും മാർക്കറ്റ് ഇനി ബിഹേവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ FOMC മീറ്റിംഗ് നമുക്ക് വളരെ ശ്രദ്ധയോടെ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം റീസെന്റ് ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഈ ഒരു FOMC മീറ്റിംഗിന് ശേഷം മാർക്കറ്റ് ട്രെൻഡിങ് ആയേക്കാം. ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ ബുള്ളിഷിലേക്ക് അല്ലെങ്കിൽ ഒരു ബെയറിഷിലേക്ക് ഒരു ഹ്യൂജ് മൂവ്മെന്റ്സ് നടത്താൻ സാധ്യതയുള്ള ഒരു ന്യൂസാണ് ഈ FOMC മീറ്റിംഗിന്റെ സ്റ്റാർട്ടിങ്. സോ 3 ദിവസമായിരിക്കും ഉണ്ടാവുക. ഇതിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളായിരിക്കും ഇനി മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ളത്. സോ ഈ ഒരു ന്യൂസ് വളരെ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്തിരിക്കുക. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഫോറക്സിന്റെ മെയിൻ ആയിട്ടുള്ള ന്യൂസസും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നാളെ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ.